അതേസമയം കോതമംഗലത്തെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA-യുടെയും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും ഇടക്കാല ജാമ്യം തുടരും. ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്ത കോൺഗ്രസ് നേതാക്കളുടെ ജാമ്യാപേക്ഷയിലും പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയിലും നാളെ കോടതി ഉത്തരവ് പറയും. അതേസമയം കോതമംഗലത്തെ പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ കോതമംഗലം രൂപതയും രംഗത്തെത്തി. കോതമംഗലം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ന് വാദം കേട്ടത്. ജുഡീഷ്യൽ കസ്റ്റഡി ആവശ്യമില്ലെന്ന് കോൺഗ്രസ് നേതാക്കളുടെ അഭിഭാഷകൻ വാദിച്ചു. ജീവനും സ്വത്തിനും ഭീഷണിയായപ്പോൾ ഉണ്ടായ പ്രതിഷേധം മാത്രമാണ് നടന്നതെന്നും പോലീസ് മൃതദേഹം കൊണ്ടുപോയതിനു ശേഷം മറ്റ് സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും അഭിഭാഷകൻ പറഞ്ഞു. എന്ത് തരത്തിലുള്ള ഉപാധിയും അംഗീകരിക്കാമെന്നും പ്രതികൾ വ്യക്തമാക്കി. എന്നാൽ ആശുപത്രി ആക്രമണ കേസിൽ കസ്റ്റഡി അപേക്ഷ വെച്ച പോലീസ് പ്രതികളെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ടു. പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതികൾ ഉപദ്രവിച്ചതായും ആശുപത്രി ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. വാദം പൂർത്തിയാക്കിയ കോടതി കേസ് വിധി പറയാൻ നാളത്തേക്ക് മാറ്റി. കോടതിയിൽ ഇന്ന് ജാമ്യാപേക്ഷ വാദം കേട്ടെങ്കിലും കോടതി ഇന്നലെ അനുവദിച്ച ഇടക്കാല ജാമ്യം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കേസ് നാളത്തേക്ക് വീണ്ടും പോസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം കോതമംഗലത്തെ പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ കോതമംഗലം രൂപതയും രംഗത്തെത്തി. ഇതോടെ 9-ന് ചേരുന്ന സർവകക്ഷി യോഗം നിർണായകമായിരിക്കുകയാണ്. 24 കൊച്ചി.